നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പുതിയ ഘടകകക്ഷികൾക്കായി LDF വാതിൽ തുറന്നിടുകയാണ്. മുന്നണി വിപുലീകരണത്തിന് സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറയുന്നു. മുന്നണിയുടെ നയപരിപാടികൾ അംഗീകരിക്കുന്ന ഏത് പാർട്ടിക്കും LDFിലേക്ക് വരാമെന്നും PV അൻവറിന് മുന്നിൽ വാതിലിൽ അടഞ്ഞു തന്നെ കിടക്കുമെന്നും TP രാമകൃഷ്ണൻ 24നോട് പറഞ്ഞു. ഞങ്ങളെല്ലാ വ്യക്തികളെയും പാർട്ടികളെയും എല്ലാം യോജിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ വിപുലീകരിക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അങ്ങനെ വരുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പരിപാടി അനുസരിക്കാൻ അംഗീകരിക്കാൻ തയ്യാറാകുന്ന ആർക്കും ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭാഗം വ്യക്തികൾക്കാവാം, പ്രസ്ഥാനങ്ങൾക്കാകാം, സംഘടനകൾക്കാകാം, അങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ ഇതിനകത്ത് എടുക്കാൻ കഴിയും. PV അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു അടഞ്ഞ അധ്യായമാണ്. അദ്ദേഹത്തെ മുന്നണിയിൽ നിന്ന് പുറത്താക്കിയതല്ല, അദ്ദേഹം മുന്നണി വിട്ടുപോയതാണ്. ആ നിലപാട് അദ്ദേഹം തുടരുന്നു. ആ നിലപാട് അദ്ദേഹം തുടരുന്നത് കൊണ്ട് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടേണ്ടതില്ല എന്ന് മുന്നണി തീരുമാനിച്ചു. ഇതാണ് അൻവറിൻ്റെ വിഷയം. അൻവർ ഒരു അടഞ്ഞ അധ്യായമാണ് എന്നുള്ളത് അതിനി റീഓപ്പൺ ചെയ്യുന്നൊരു പ്രശ്നമില്ല. അതങ്ങനെ നിൽക്കട്ടെ. ഇനി കാലഘട്ടം മാറിക്കൊണ്ടിരിക്കും, കാലത്തിനനുസരിച്ചൊക്കെ മാറേണ്ടി വരുന്ന അങ്ങനെ ഒരു മാറ്റം വരട്ടെ. ആ മാറ്റം വരുമ്പോൾ ആ ഘട്ടത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ആലോചിക്കാം. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേർന്നു. ശ്രീജിത്ത്, വിശദാംശങ്ങൾ. അതായത് ഇവർ ആരെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്? കാരണം മറ്റു മുന്നണികളിൽ ചേക്കേറിയ ഘടകകക്ഷികളെയാണോ മറ്റാരെയെങ്കിലുമാണോ? SKN, ഗുഡ് മോർണിംഗ്. LDFിലും UDFിലും ഇപ്പോൾ ഘടകകക്ഷികളെ കൊണ്ട് നിറഞ്ഞ ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ പുതിയ കക്ഷികൾ ഏതെങ്കിലും മുന്നണിയിൽ നിന്ന് അടർത്തിയെടുക്കാതെ പുതുതായി വരാൻ ജനസ്വാധീനമുള്ള പാർട്ടികളുടെ എണ്ണം കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ അപ്പുറത്ത് നിൽക്കുന്ന ഏതെങ്കിലും പാർട്ടികളെ ലക്ഷ്യം വെച്ചാണോ വിപുലീകരണ ശ്രമം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. എന്തായാലും തൽക്കാലം UDFിലും മറ്റും അസംതൃപ്തരായ ആളുകളുടെ ഒരു പ്രശ്നം പുറത്തേക്ക് വന്നിട്ടില്ല. മാത്രമല്ല UDF ശ്രമിക്കുന്നത് ഇടതുമുന്നണിയിൽ നിന്ന് കേരള കോൺഗ്രസ് എമ്മിനെയെങ്കിലും തിരികെ മുന്നണിയിലേക്ക് കൊണ്ടുവരാനാണ്. ഇത്തരം ശ്രമങ്ങൾ നടക്കുന്നതിനിടെയാണ് LDF വിപുലീകരണത്തിനുള്ള സന്നദ്ധത, അതിനുള്ള താല്പര്യം തുറന്നു പറഞ്ഞുകൊണ്ട് TP രാമകൃഷ്ണൻ രംഗത്ത് വന്നിരിക്കുന്നത്. LDF വിപുലീകരണത്തിന് സാധ്യമായതെല്ലാം ചെയ്യണമെന്നാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനം. അതാണ് മുന്നണി കൺവീനർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആരെ ലക്ഷ്യം വെച്ചാണെന്നുള്ളത് കാര്യം കാത്തിരുന്ന് കാണാമെന്നാണ് ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ CPM നേതൃത്വം നൽകുന്ന മറുപടി. നേരത്തെ UDFിന്റെ ഭാഗത്തുനിന്നായിരുന്ന LJD അടക്കമുള്ള കക്ഷികൾ ഇപ്പോൾ തിരിച്ച് LDF പാളയത്തിലേക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ 21 മുമ്പ് തന്നെ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി പുതുതായി ഏതെങ്കിലും കക്ഷികളെ കൊണ്ടുവരുന്ന കാര്യമാണോ അജണ്ടയിലുള്ളത് എന്നതാണ് ഇനി വ്യക്തമാകാനിരിക്കുന്നത്.